ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിസ്ചാർജ് ത്രൂ ഓപ്പൺ ചാനൽ ബൈ ചെസിൻസ് ഇക്വേഷൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ഓപ്പൺ ചാനൽ ഫ്ലോയുടെ ഒരുപാട് ടൈപ്സ് ഓഫ് ഫ്ലോസ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. എന്തൊക്കെയായിരുന്നു പഠിച്ചത്? സ്റ്റഡി ഫ്ലോ, അൺസ്റ്റഡി ഫ്ലോ, പിന്നെ എന്താണ് യൂണിഫോം ഫ്ലോ, നോൺ യൂണിഫോം ഫ്ലോ, പിന്നെ അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു നോൺ യൂണിഫോം ഫ്ലോയ്ക്ക് രണ്ട് ടൈപ്പ് പഠിച്ചായിരുന്നു. റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോയും പിന്നെ എന്തായിരുന്നു ഗ്രാജുവലി വേരിയഡ് ഫ്ലോയും പഠിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പഠിച്ചത്? ലാമിനാർ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും, പിന്നെ അത് കഴിഞ്ഞ സബ് ക്രിട്ടിക്കൽ, ക്രിട്ടിക്കൽ ആൻഡ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്നാണ് പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ. ഇപ്പം നമ്മൾ എന്താണ് അതിന്റെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഫ്ലോ പ്രോപ്പർട്ടീസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് അതിന്റെ ഡിസ്ചാർജ് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷന്റെ പേരാണ് ചെസ്സീസ് ഇക്വേഷൻ. ചെസ്സി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം ഡെറിവേഷനിലോട്ട് പോകാം. ഓക്കെ, ഫിഗർ ഒന്ന് വരച്ചേക്കണേ. ഫിഗർ വരച്ചെടുത്തേ. ഓക്കെ, നമുക്ക് ഒരു യൂണിഫോം ഫ്ലോ ആയിട്ടുള്ള ഒരു വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട് ഈ പൈപ്പിന്റെ ഇതിൻ്റെ അകത്തൊരു ചാനലിൽ കൂടെ. ഈ ചാനലിൽ കൂടെ പോകുന്ന വാട്ടറിന്റെ യൂണിഫോം ഫ്ലോ നമ്മൾ പഠിച്ചായിരുന്നു. യൂണിഫോം ഫ്ലോയ്ക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും? വെലോസിറ്റി, അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ഫ്ലോയെ, പിന്നെന്തായിരുന്നു ഏരിയ ഓഫ് ഫ്ലോയെ, ഇതെല്ലാം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരു ഏരിയ ഓഫ് ഫ്ലോ എല്ലാം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ എന്തായിരിക്കും? ഇവിടുത്തെ എത്ര ആണോ ഡെപ്ത് ഓഫ് ഫ്ലോ അത് തന്നെ നമുക്ക് ഈ സെക്കൻഡ് പോയിന്റിൽ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ അതിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒപ്പത്തിൽ എഴുതി പോവാം. എഴുതിക്കോളുക. കൺസിഡർ യൂണിഫോം ഫ്ലോ ഓഫ് വാട്ടർ in a channel full stop. As the flow is uniform, it means velocity, depth of flow and area of flow will be constant. For a given depth, for a given length of the channel for the given length of the channel. ഇനി എഴുതിക്കോളൂ. കൺസിഡർ സെക്ഷൻ 1 and 2. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഓരോ ടേംസ് ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ എഴുതാൻ വേണ്ടി പോവുകയാണ്. ലെറ്റ് L be the length of channel, A area of the channel, area of flow of water, I slope of the bed, V mean velocity, capital letter V ആണ്, mean velocity of flow of water, P wetted perimeter meter of the cross section, F small letter f, frictional resistance and per unit velocity per unit area.
എല്ലാവരും എഴുതിയോ? ഓക്കെ, നമ്മളിവിടെ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ചാനലിൻ്റെ ഒരു സെക്ഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു കനാലിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു സെക്ഷൻ നമ്മൾ എൽ ലെങ്തിൽ 2 സെക്ഷൻസ് കൺസിഡർ ചെയ്തു. അതിൻ്റെ അകത്ത് ഫസ്റ്റ് പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റിനെ നമ്മൾ 1 എന്ന് വിളിച്ചു, സെക്കൻഡ് പോയിന്റിനെ 2 എന്ന് വിളിച്ചു. അതിൻ്റെ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എൽ ആണ്. ഇതിൻ്റെ ഇനി നമുക്ക് ഈ ചാനലിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടർ ഉണ്ടല്ലോ, ഇതെല്ലാം വെള്ളമല്ലേ ഫ്ലോ ചെയ്യുന്നത്, ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് പോവാന്ന് വിചാരിച്ചോണം. ആ പോയേക്കുന്ന ആ വാട്ടറിന്റെ ഏരിയ എന്ന് പറയുന്നതിനെയാണ് ക്യാപിറ്റൽ ലെറ്റർ എ എന്ന്. പിന്നെ നമ്മുടെ എപ്പോഴും നമ്മൾ വെള്ളം ഒഴുകണമെങ്കിൽ, ഫ്രീ ആയിട്ട് വെള്ളം ഒഴുകണമെങ്കിൽ നമ്മുടെ അതിന്റെ ബെഡിന് എന്തായിരിക്കണം, ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ടല്ലേ മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം ഒഴുകത്തുള്ളൂ. ആ സ്ലോപ്പാണ്. അതായത് നമ്മളിവിടെ അസ്യൂം ചെയ്യുവാൻ ഇങ്ങനൊരു ഡേറ്റൻ ലൈൻ ഉണ്ടെങ്കിൽ നമ്മുടെ റിവറിന്റെ അല്ലെങ്കിൽ ചാനലിന്റെ ഈ ബെഡ് എന്ന് പറയുന്നത് എത്രയാണ്, ഒരു ഐ ഇൻക്ലിനേഷന്. ഇവിടുത്തെ ഈ ആംഗിൾ ആണ് ഐ എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ ഐ എന്ന് പറയുന്ന ഒരു ഇൻക്ലിനേഷനിലായിരിക്കും നമ്മുടെ ബെഡ് നിൽക്കുന്നത്. പിന്നെന്താണ്, ഇതിൻ്റെ അകത്തോടെ പോകുന്ന വാട്ടറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നതാണ് വി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വെറ്റഡ് പെരിമീറ്റർ ഉണ്ട്. ഇപ്പൊ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു ചാനലിന് ക്രോസ് സെക്ഷൻ എടുക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ സെക്ഷൻ കട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു ട്രപ്പീസോയിഡിന്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് വേണ്ട ഇത്രയും ലെവൽ വരെ വാട്ടറും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് വാട്ടർ ഇതിന്റെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ കുറച്ചിടം, നമുക്ക് ഇതിന്റെ ഒരു പോർഷൻ നമുക്ക് എന്തായിരിക്കും, നനയുമല്ലോ വെള്ളം നിൽക്കുമ്പോൾ. അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് നനയുന്നത്, ഇത്ര ഇവിടെ ഇങ്ങനെ ആയിരിക്കുമല്ലോ നമുക്ക് വെള്ളം പറ്റിയിട്ട് നനയുന്നത്. നമ്മുടെ ആ കനാലിന്റെ സൈഡുകൾ നമുക്ക് വെള്ളം പറ്റി നനയുന്നതിനെയാണ് നമ്മൾ വെറ്റഡ് പെരിമീറ്റർ എന്ന്. അതായത് ഏത് ഒരു ബോഡിയുടെ എവിടൊക്കെയാണോ പെരിമീറ്ററിൽ എവിടെയൊക്കെ നമുക്ക് എന്തായിരിക്കും നനയാൻ സാധ്യതയുണ്ട്, അവിടെയാണ് നമ്മുടെ വെറ്റഡ് പെരിമീറ്റർ നടക്കുന്നത്. അതായത് ഇപ്പൊ ട്രപ്പീസോയിഡിലാണെങ്കിൽ എന്താണ്, ഈ 2 സൈഡും സ്ലോപ്പായിട്ടുള്ള അവിടെ നടക്കും. പിന്നെ അതുപോലെ ബോട്ടത്തിലും ആയിരിക്കുമല്ലോ നമുക്ക് നനയുന്നത്, അതിനെയാണ് നമ്മുടെ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഈ ചാനലിന്റെ വെറ്റഡ് പെരിമീറ്ററിനെയാണ് നമ്മൾ പി എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്തേക്കുന്നത്. പിന്നെ എഫ് എന്ന് പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ആണ്. ഇതുവരെ മനസ്സിലായോ എല്ലാവർക്കും? ഇനി നമ്മൾ മനസ്സിലായ ഡബ്ല്യു എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, വെയിറ്റ് ഓഫ് വാട്ടർ ബിറ്റ്വീൻ ദ സെക്ഷൻ 1 ആൻഡ് 2. ആ 2 സെക്ഷൻ ഉണ്ടല്ലോ നമ്മൾ എടുത്തേക്കുന്നത്, ആ 2 സെക്ഷന്റെ ഇടയ്ക്കുള്ള വാട്ടറിന്റെ വെയിറ്റ് എന്ന് പറയുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്, നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്, സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു വോളിയം ചെയ്താൽ മതിയല്ലോ. ഇൻറ്റു വോളിയം ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, നമുക്ക് എന്തായിരിക്കും വെയിറ്റ് കിട്ടും. അപ്പൊ എന്താണ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്മോൾ ലെറ്റർ ഡബ്ല്യു ഇൻറ്റു എന്താണ് വോളിയം എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ഏരിയ എന്നായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റും, റോജി ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത്. ഇങ്ങനെ ആയിരുന്നല്ലോ നമ്മൾ എഴുതിയിരിക്കുന്നത്. റോജിയെ ഒരുമിച്ച് ചേർത്ത് എഴുതുമ്പോഴാണ് ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻറ്റു വോളിയം, അതാണ് വന്നേക്കുന്നത്. റോജിയെ നമുക്ക് എഴുതാമല്ലോ ഡബ്ല്യു ആയിട്ട്, സ്മോൾ ലെറ്റർ ഡബ്ല്യുവിന്റെ ടേംസിൽ. അങ്ങനെയാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. അങ്ങനെ വന്നേക്കുന്ന ആ ലോഡാണ് നമ്മുടെ ഈ താഴോട്ട് ആക്ട് ചെയ്തേക്കുന്നത്. ഈ ഡബ്ല്യു, ഈ താഴോട്ട് ആക്ട് ചെയ്തേക്കുന്ന ഈ ഡബ്ല്യു ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള വെയിറ്റ്. അപ്പൊ ഈ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനല് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇതിന് നമ്മൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഇതിൻ്റെ അകത്ത് വെയിറ്റ് ആക്ട് ചെയ്തേക്കുന്നത്. ഇതിന് നമുക്ക് എന്താണ് 2 കമ്പോണൻസും കാണും. അതായത് ഇവിടുത്തെ അപ്പോൾ ഈ എത്രയാണ് ഈ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും, നമ്മുടെ ബെഡിന്റെ സ്ലോപ്പ് ഇവിടെ ഐ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, മാത്തമാറ്റിക്കൽ റൂൾ വരെ ഈ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ വന്നേക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ആംഗിളും ഐ എന്ന് പറഞ്ഞ് കിട്ടിയത്. ഇനി നമ്മൾ എന്താണ് ഫ്ലോ എങ്ങനെയാണ്, ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഡയറക്ഷനിലുള്ള ഫ്ലോയുടെ എന്തായിരിക്കും, വെയിറ്റിന്റെ കമ്പോണന്റിനെ എങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത്, ഡബ്ല്യു ഇൻറ്റു സൈൻ ഐ എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ എഴുതിക്കോ, component of W along the direction of flow എങ്ങനെയായിരിക്കും വരുന്നത്, ഇതായിരിക്കും W സൈൻ ഐ എന്നായിരിക്കും വരുന്നത്. അപ്പൊ ഇതെങ്ങനെ എഴുതുന്നത്, ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യുവിനെ എങ്ങനെയായിരിക്കും എഴുതുന്നത്, സ്മോൾ ലെറ്റർ ഡബ്ല്യു ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു സൈൻ ഐ എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അവിടുത്തെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. എഴുതിക്കോളൂ, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്
resistance against motion of water. എങ്ങനെയായിരിക്കും വരുന്നത്? എഫ് ഇൻറ്റു സർഫസ് ഏരിയ കൊടുത്താൽ മതി. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ കൊടുത്താൽ മതി. സർഫസ് ഏരിയ ആയിരിക്കും നമുക്ക് സർഫസ് ഏരിയ ഇൻറ്റു വെലോസിറ്റി റേസ് ടു എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷന്. നമ്മൾ അസ്യൂം ചെയ്യുവാണ് എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണെന്നും പിന്നെ എന്താണ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് പി ഇൻറ്റു പെരിമീറ്റർ ഇൻറ്റു ലെങ്ത് എന്നുള്ളതാണ്. നമ്മൾ വെറ്റഡ് പെരിമീറ്റർ ഇൻറ്റു ലെങ്തിനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഈ വാല്യൂ എന്നിന്റെ വാല്യൂ 2 ആണെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കിയിട്ടാണ് നമുക്ക് ഈ വാല്യൂ കിട്ടിയേക്കുന്നത്. അപ്പം നമ്മുടെ എങ്ങനെയായിരിക്കും ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും വരിക? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഇൻറ്റു പി എൽ ഇൻറ്റു ഇ റേസ് ടു എൻ. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇക്വേഷൻ. ബി സ്ക്വയർ എന്നായിരിക്കും എന്നിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബി സ്ക്വയർ എന്നായിരിക്കും വന്നേക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഈ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇനി ഇക്വേഷൻ നമ്പർ 2 എന്നും പറഞ്ഞ് വിളിക്കാം. കണ്ടുപിടിക്കാൻ പോകുന്നത് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ വാട്ടേഴ്സ് ആയിരിക്കും. ഫോഴ്സസ് ആക്ടിങ് ഓൺ വാട്ടർ between section 1 and 2 ആയിരിക്കും. എന്തൊക്കെയായിരിക്കും നമുക്കിവിടെ ആക്ട് ചെയ്തേക്കുന്ന ഫോഴ്സുകൾ എന്തൊക്കെയായിരിക്കും വന്നേക്കുന്നത്? ഇവിടെ നോക്കിക്കേ എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ അകത്ത്? നമ്മുടെ ഈ ഒരു വെയിറ്റിന്റെ കമ്പോണന്റ് കാണും. പിന്നെന്തായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് കാണും. പിന്നെന്തായിരിക്കും വാട്ടറിന്റെ പ്രഷറും കാണും. ഇത്രയും കാര്യങ്ങളായിരിക്കും നമുക്ക് എന്തായിരിക്കും ഈ ഇവിടെ റൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എഴുതിക്കോളുക. ഫസ്റ്റ് 1 component of weight of water along the direction of flow. രണ്ടാമത്തെ എന്തായിരിക്കും വരുന്നത്? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് against flow of water. പിന്നെന്തായിരിക്കും മൂന്നാമത് വരുന്നത്? പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 1 പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 1 പിന്നെ അതുപോലെ എന്തായിരിക്കും വരുന്നത്? പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 2. ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മുടെ ഈ ചാനലിൽ നമുക്ക് എന്താണ് ഈ ഫസ്റ്റ് പോയിന്റിലെയും സെക്കൻഡ് പോയിന്റിലെയും നമ്മുടെ എന്തായിരിക്കും ചാനലിന്റെ വാട്ടറിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് സെയിം ആയത് കാരണം ഇവിടുത്തെ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. പിന്നെ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് എന്താണ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയത് കാരണം ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ എന്തായിരിക്കും നമ്മുടെ യൂണിഫോം ഫ്ലോ കാരണം എന്തായിരിക്കും വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ഫോർ എ ഗീവൺ ലെങ്ത് ഓഫ് ദ ചാനൽ ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും വാട്ടറിനകത്ത് ആക്സിലറേഷൻ ഒന്നും കാണത്തില്ല. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും വരുന്നത്? വാട്ടറിന്റെ ഡയറക്ഷനിലോട്ട് വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് 0 ആയിട്ടായിരിക്കും ആക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്തൊന്ന് എഴുതിക്കോ. ആസ് ദ depth of water is same. Water at section 1 and 2 are the same. The pressure force on these two points
അല്ലെങ്കിൽ these 2 points അല്ലെങ്കിൽ these 2 sections എന്ന് പറയുക. These 2 sections are same and acting in opposite direction. Hence they are cancelled each other. They cancel each other. Okay. And കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഇടയ്ക്കൊന്ന് കട്ടായി പോയായിരുന്നു നെറ്റ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ബാക്കി hence the resultant force acting in the direction of flow must be zero. Full stop. ഇനി എന്തായിരിക്കും നമുക്ക് ഇതിനകത്ത് വരുന്ന ഫോഴ്സസിലേക്ക് നമുക്ക് എന്താണ് ഈക്വൽ ആയിട്ട് എഴുതണം. എഴുതിക്കോ. Therefore എന്തൊക്കെയായിരിക്കും വരുന്നത്? നമുക്ക് WAL sin I ആയിരിക്കും അങ്ങോട്ടുള്ള ഫോഴ്സ്, മൈനസ് F ഇൻറ്റു PLV സ്ക്വയർ ഈക്വൽ ടു 0 എന്നായിരിക്കും നമുക്ക് വരുന്നത്. പിന്നെ എന്താ, നമ്മൾ രണ്ട് സൈഡിലായിട്ട് വയ്ക്കാം. WAL sin I ഈക്വൽ ടു F ഇൻറ്റു PLV സ്ക്വയർ നമുക്ക് എഴുതാം. നമുക്ക് എന്താണ് വെലോസിറ്റി ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തായിരിക്കും വെലോസിറ്റി V സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്? WAL sin I ഡിവൈഡഡ് ബൈ ഇതായിരിക്കും F ഇൻറ്റു PL ആയിരിക്കും വരുന്നത്. ഈ എല്ലും കൂടെ എന്തായിരിക്കും ക്യാൻസൽ ആയി പോകും. അപ്പം നമുക്ക് ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. W/F ഇൻറ്റു A/P ഇൻറ്റു സൈൻ I എന്നായിരിക്കും വരുന്നത്. ഇങ്ങനെയായിരിക്കുമല്ലോ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പം എങ്ങനെയാണ് V എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? V ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് W/F ഇൻറ്റു റൂട്ട് ഓഫ് A/P സൈൻ I എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഇപ്പം റൂട്ട് ഓഫ് A/P എന്ന് പറയുന്നതിനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇതിനൊരു ടേം ഉണ്ട്, ഡിനോട്ട് ചെയ്യുന്നതാണ് M എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ M വെച്ചാണ് നമ്മൾ A/P എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്തത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് mean depth or a hydraulic radius അതിനെയാണ് നമ്മൾ എന്തായിരിക്കും ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് സ്മോൾ ലെറ്റർ M എന്നും. അതെന്ന് പറഞ്ഞാൽ A/P ആണ്. A എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ദ ഫ്ലോയും, P എന്ന് പറഞ്ഞാൽ വെറ്റഡ് പെരിമീറ്ററും ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ W/F റൂട്ട് ഓഫ് W/Fനെ നമ്മൾ വിളിക്കുന്നതാണ് C എന്ന് പറയുന്നത്. ആ സിയുടെ പേരാണ് ചെസ്സീസ് കോൺസ്റ്റന്റ്. അതായത് ഓരോ ടൈപ്പ് ഫ്ലോയ്ക്കും നമുക്ക് എന്തായിരിക്കും, ഓരോ ചാനലും ഓരോ ടൈപ്പ് ഓഫ് ഫ്ലോയ്ക്കും നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്ലോ മാറിപ്പോകും. അപ്പം നമുക്ക് എന്തായിരിക്കും ഇതിനെല്ലാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ V എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായിരിക്കും? C√M ഇൻറ്റു സൈൻ I എന്നായിരിക്കും വരുന്നത്. നമുക്ക് എപ്പോഴും ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. ഫോർ സ്മോൾ വാല്യൂസ് ഓഫ് I sin I ഈക്വൽ ടു tan I ഈക്വൽ ടു 1 I എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അതായത് നമ്മുടെ I വളരെ ചെറുതാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? V ഈസ് ഈക്വൽ ടു C√MI. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനെയാണ് നമ്മൾ ചെസ്സീസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ചെസ്സീസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അതൊന്ന് ഡിസ്ചാർജ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? Q ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്നായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ഏരിയ ഇൻറ്റു C√
mi. ഇതിനെയായിരിക്കും ഇങ്ങനെയായിരിക്കും നമ്മൾ എന്തായിരിക്കും ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത്. ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയ്ക്കകത്ത് നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഇക്വേഷനെയാണ് ചെസിസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തെന്ന് പറയുന്നത് നമ്മുടെ എന്തായിരിക്കും Q = A × C√mi. സി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ചെസിസ് കോൺസ്റ്റന്റ് എന്നും എം എന്ന് പറയുമ്പോൾ എന്താണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് എന്നായിരിക്കും പറയുന്നത്. ഒന്ന് നോക്കിക്കേ എല്ലാവരും, ഒന്നുകൂടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിക്കേ. Find the velocity of flow. Find the velocity of flow and rate of flow of water through a rectangular channel of 6 meter wide and 3 meter deep. When it is running full. The channel is having bed slope as 1 in 2000. Take Chesis constant C = 55. നമ്മുടെ പ്രോബ്ലത്തിലൂടെ നോക്കിക്കേ. എന്താണ്, നമുക്കൊരു റെക്റ്റാങ്കുലർ ചാനലുണ്ട്. എന്താണ്, ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ചാനലുണ്ട്. എന്താണ് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും 6 മീറ്റർ വിഡ്ത്തും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെപ്ത് എത്രയായിരുന്നു, ഇന്നത്തെ ഡെപ്ത് എന്ന് പറയുന്നത് 3 മീറ്ററും ആണ് ഡെപ്ത്. ഓക്കെ, അപ്പോൾ ഗിവൺ ഡാറ്റാസ് എഴുതിക്കോ. വിഡ്ത്ത് B = എത്രയാണ് 6 മീറ്റർ, ഡെപ്ത് D = 3 മീറ്റർ. പിന്നെ നമുക്ക് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഈ ബെഡിനൊരു സ്ലോപ്പ് ഉണ്ട്. അതായത് നമ്മുടെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ അല്ല, ഇവിടെ ഒരു ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബെഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞേക്കുന്നത് ആ സ്ലോപ്പിനെയാണ് ബെഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ചാനലിൻ്റെ ബോട്ടം സൈഡ് ഒരു ചെറിയൊരു ചരിവ് കൊടുക്കും. എന്തിനായിരിക്കും, നമ്മുടെ അതിൻ്റെ അകത്ത് വാട്ടർ വരുവാണെങ്കിൽ ഫുൾ അങ്ങ് ഒഴുകി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഴുതിക്കോ ബെഡ് സ്ലോപ്പ് ഈക്വൽ ടു 1 in 2000. അതായത് എന്ന് പറഞ്ഞാൽ 1/2000 ആയിരിക്കും വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് ചെസിസ് കോൺസ്റ്റന്റ് സിയുടെ വാല്യൂ വന്നിട്ടുണ്ട്. സിയുടെ വാല്യൂ എന്താണ് 55 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇക്വേഷൻ എന്തുവായിരുന്നു, V = C√mi ആണല്ലോ. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ അറിയാം, ഐയുടെ വാല്യൂ നമുക്ക് അറിയാം. ഐ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ബെഡ് സ്ലോപ്പിന്റെ വാല്യൂ ആയിരുന്നു. നമുക്കറിയാത്ത എന്താണ് എമ്മിന്റെ വാല്യൂ. എം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, M = ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ ആണെന്നറിയാം. നമുക്ക് ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കിട്ടുന്നത്, ഒരു റെക്ടാങ്കുലർ ചാനലിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, എന്താണ് വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ആയിരിക്കും വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത് 6 × 3 = 18 മീറ്റർ എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി എന്തായിരിക്കും P കണ്ടുപിടിക്കണം. P എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വെറ്റഡ് പെരിമീറ്റർ ആയിരുന്നു. നമ്മുടെ ഈ ഫിഗർ നോക്കിക്കേ. നമ്മുടെ ഈ വാട്ടർ നിൽക്കുന്ന കാരണം ഈ ചാനലിന്റെ ഏതൊക്കെ സൈഡിലായിരിക്കും നമുക്ക് ഇതിൻ്റെ വെറ്റ് ചെയ്യുന്നത് നോക്ക്. ഈ ബോട്ടം ഫോഴ്സിൽ നമ്മൾ എന്തായിരിക്കും, വാട്ടർ കാരണം നനയുമല്ലോ. പിന്നെന്തായിരിക്കും ഇതിന്റെ ഈ സൈഡ് ഈ സൈഡും നനയും. പിന്നെന്താണ് ഇപ്പുറത്തെ സൈഡിലുമായിരിക്കും നമ്മുടെ ഈ ചാനലിന്റെ സർഫസിൽ ഈ 3 സ്ഥലത്തായിരിക്കും നമുക്ക് വെള്ളം കാരണം നമുക്ക് നനയാൻ സാധ്യത. അപ്പൊ എത്രയായിരിക്കും എന്റെ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത്, 2 സൈഡിൽ എന്തായിരിക്കും 3 + 6 + 3. നോക്കിക്കേ, ഇവിടുത്തെ ഡെപ്ത് 3 മീറ്റർ, ഇവിടുത്തെ വിഡ്ത്ത് 6 മീറ്റർ, പിന്നെ ഇവിടുത്തെ എത്ര ഡെപ്ത് 3 മീറ്റർ. അങ്ങനെ ആയിരിക്കും വെറ്റഡ് പെരിമീറ്റർ വന്നേക്കുന്നത്. 3 + 6 + 3. അപ്പോൾ എത്ര ആയിരിക്കും വരുന്നത്, 12 മീറ്റർ ആയിരിക്കും നമുക്ക് വന്നേക്കുന്നത്.
പിന്നെ നമുക്ക് എം കണ്ടുപിടിക്കാൻ, എം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഏരിയ ബൈ പി ആണ്. ഏരിയയുടെ വാല്യൂ 18 ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും. എത്ര ഇട്ട് ചെയ്യുമ്പം ഓക്കെ, നമുക്ക് എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5 എന്ന് കിട്ടി. ഇപ്പം ഇനി നമ്മൾ എമ്മിന്റെ വാല്യൂ നമ്മൾ എന്താണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വിക്കകത്ത് വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു സിയുടെ വാല്യൂ എത്ര, 55 ഇൻറ്റു റൂട്ട് ഓഫ് 1.5 ഇൻറ്റു 1/2000. എത്ര കിട്ടുമെന്ന് വാല്യൂ എന്ന് പറഞ്ഞേ, വിയുടെ വാല്യൂ. അടുത്ത ആൻസർ നിധി പറയണം കേട്ടോ. ഡിസ്ചാർജ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. എത്ര ആണെന്നും കൂടെ കണ്ടുപിടിച്ച് പറഞ്ഞേ. നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ 1.506 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടിയത്. അപ്പോൾ ഡിസ്ചാർജ് എത്ര കിട്ടി? ഓക്കെ, ഡിസ്ചാർജിന്റെ വാല്യൂ കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.506 ഇൻറ്റു ഏരിയ എത്രയായിരുന്നു, 18 ആയിരിക്കും. ഇപ്പം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27.108 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇതായിരിക്കും ആൻസർ കിട്ടിയേക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റിനോട് പറയാം. താണ്ട ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് എഴുതിയെടുത്തേ, നാളെ ഇത് ചെയ്തുകൊണ്ട് വരണം. ഹോംവർക്കാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ബെഡ് ഓഫ് എ റെക്ടാങ്കുലർ ചാനൽ ഓഫ് വിഡ്ത്ത് 5 meter when depth of water is 2 meter and rate of flow is given as 20 meter cube per second. Take chassis constant C equal to 50. നമ്മൾ മുമ്പേ ചെയ്ത പ്രോബ്ലം തന്നെയാണ്, പക്ഷേ ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്.